ആ സുരേഷ് ചേട്ടാ, ഞാൻ ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തിയായിരുന്നു. ഓ കളമശ്ശേരി പോയി. ഞാനും ഉള്ളിലാലും കൂടി ഒരുമിച്ച് പോയായിരുന്നു. ആ പിന്നെ സുരേഷ് ചേട്ടാ, അതെ ഒരു ക്ലോസിങ് ഫയൽ ഞാൻ തരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീട്ടിൽ വെച്ച് മറന്നുപോയി. ആ ഇല്ല, ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. പിന്നെ ഞാൻ വിളിച്ചതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനേജറും ടീം ലീഡറും ചിലപ്പോൾ എന്നെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നും പറയണ്ട കേട്ടാ. ഒന്നും പറയണ്ട. 1 മണിക്കൂറിനുള്ളിൽ എത്തും, 1 മണിക്കൂറിനുള്ളിൽ. അതുവരെ ഒന്ന് മാനേജ് ചെയ്തോണ ഓഫീസിലെ കാര്യങ്ങൾ. ആകെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുക, അതുകൊണ്ടാ. ഓക്കെ ശരി. ചേട്ടൻ പോയില്ലേ? ഇവിടെ പോയടാ, ഒരു ഫയൽ കൊടുക്കാനുണ്ടായിരുന്നു അവിടെ. ഓഫീസിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴേ ഞാൻ ആലോചിച്ചു, ഇവിടെ വെച്ച് മറന്നു. ഇനിയിപ്പോൾ തിരിച്ച് ഓട്ടോ പിടിച്ചു പോകണം. ഫുള്ളും ചെലവും കാര്യങ്ങളും. എന്തിനിങ്ങനെ പണിയെടുക്കണെന്ത്? ചേട്ടാ ഇന്നത്തെ ദിവസം വല്ലാത്ത കഷ്ടം തന്നെ. അച്ഛനും ലച്ചേച്ചി കൂടെ പാറിനെ കൊണ്ടുപോയിട്ടുണ്ട് കിൻഡർഗാർട്ടൻ. അവള് ഫസ്റ്റ് ഡേ അല്ലേ ഇത്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടാണ് പോയത്? പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദുരന്തമായിരുന്നു ചേട്ടാ. അവളിവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ടൊക്കെയാണ് പോയത്. അത് നമ്മുടെ പാറു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്നാ ആ വഴിയാണ് വന്നത്. ചേട്ടാ നമ്മൾ ആദ്യം കള്ളമൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഒരുക്കി കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ഡൗട്ട്. അവള് നമ്മളോട് ചോദിച്ചു എന്നെ എങ്ങോട്ട് കൊണ്ടുപോണ്. നമ്മൾ പറഞ്ഞ് കിൻഡർഗാർട്ടൻ എന്ന് പറഞ്ഞ അപ്പ തുടങ്ങിയ കരച്ചിലാണ്. നാട്ടുകാർ മൊത്തം അറിഞ്ഞു അവളെ കിൻഡർഗാർട്ടനിൽ കൊണ്ടുവന്ന് വരും. പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ അറിയണടാ. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങ് വിട്ടേനെ. പറഞ്ഞ് മനസ്സിലാക്കി അടിപൊളിയായി സൂപ്പറായി നല്ല കോൺഫിഡൻറ്റോടെ വിട്ടേനെ. നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ പറഞ്ഞ മനസ്സിലാവുന്ന പ്രായമാണല്ലോ പറയുന്നു. പോയേട്ടാ അവിടുന്ന്. അവൾ ഇവിടെ കിടന്ന് അടിച്ചു പൊളിച്ച് നടക്കണ്. അവളെ സ്കൂളിൽ കൊണ്ട് വിടുകയെന്ന് പറഞ്ഞാൽ അവൾക്കറിയാം കൂട്ടിയിടുവന്ന്. അതിനൊക്കെ ഒരു നാക്ക് ഉണ്ട്. കൊച്ചു കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ കൊച്ചു കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിനകത്ത് PhD എടുത്ത ആളാണല്ലോ ഇരിക്കണം. PhD ഞാനാ നിന്നെ ശിവനെ ആദ്യമായിട്ട് നഴ്സറിയിലെ കൊണ്ടുപോയത് ആര്? ഫസ്റ്റ് ഡേ ആരടാ? അച്ഛനമ്മയായിരിക്കും. അന്നല്ലെന്ന് ഞാൻ പറഞ്ഞാ. പക്ഷെ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അയിനാ എടാ, നീ കരഞ്ഞപ്പോ ഞാനാണ് സമാനിപ്പിച്ച ഞാനാണ്. അയ്യോ, നമുക്ക് ഓർമ്മയില്ലാത്തോണ്ട് എന്ത് വേണേലും പറയാമല്ലോ. അപ്പൊ നിനക്ക് ഡൗട്ട് അല്ലേ? നീ അമ്മയച്ഛനെ വിളിച്ചു നോക്കടാ, അപ്പൊ മനസ്സിലാവും. ചേട്ടൻ പോണില്ലേ? എന്റെ പൊന്നെ, നിന്റെ അടുത്തൊക്കെ സംസാരിക്കണ ടൈം വേസ്റ്റ് ആണ്. സ്വയം തള്ളാനായിട്ട് ഇവിടെ എല്ലാം കണക്ക് തന്നെടേ. ഒരു അവസരം നോക്കി കിടക്കണം എല്ലാം. എന്തോട് എന്തോ ചായ കണ്ടിട്ട് മനസ്സിലായില്ല. ചൂടാണെന്ന് പറയണ്ടാ. പറയാൻ ഗ്യാപ്പ് വന്ന എടുത്ത് അതിന് മണ്ണാക്കിലോട്ട് ഒഴിച്ചില്ലേ. പിന്നെ പൊള്ളാതെ ഞാൻ ഇപ്പൊ ചൂടാക്കിക്കൊണ്ട് വന്നോളായിരുന്നു കുടിക്കാൻ. പിന്നെ ചേട്ടാ നാളെ ഓഫീസിൽ പോകുമ്പോഴേ പാറുവിനെ കൊണ്ട് കിൻഡർഗാർട്ടനെ വിട്ടിട്ട് വേണം കേട്ടാ പോവാൻ. ഞാൻ പോടാവിടുന്ന് നിലവിളിച്ച ആൾക്കാരെ കൂട്ടില്ല. എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റണ്ടോ? നീ പോയാ ചേട്ടൻ പിള്ളേരെ നോക്കി ഭയങ്കര നാക്കറിയാവുന്ന ആളല്ലേ. അങ്ങനല്ലടാ, ഒരു കാര്യം ചെയ്യും. അമ്മേനെ വിളിച്ച് കാര്യം പറ. നാളെ ഓഫീസിൽ പോകുമ്പോ പോണ വഴിക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ. അതാകുമ്പോ സെറ്റ് ആണെന്ന്. പോയിട്ട് എപ്പോ വരും? നേരത്തെ വരൂ? നേരത്തെ ഒന്നും വരില്ല, ലേറ്റ് ആവും. ഞാൻ പോണ്. ബൈ. അയ്യോ, എല്ലാരും ഓട്ടം തന്നെ ഓട്ടം. ജീവിച്ചല്ലേ പറ്റൂ. ഇത്രയും ചായയും കളഞ്ഞു ബാക്കി തിളപ്പിക്കട്ടെ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ആമാ, അവര് പോയിട്ട് പോയി 1/2 മണിക്കൂറായി. നമ്മൾ ആദ്യമൊന്നും പറഞ്ഞില്ലമ്മ. എന്റെ പൊന്നെ, എന്തൊക്കെ നമ്പർ കാണിച്ചിട്ടാന്നറിയോ ആ സാധനത്തിന് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ആദ്യം നമ്മൾ പറഞ്ഞില്ല, ലാസ്റ്റ് നമുക്ക് ഡൗട്ട് തോന്നി. എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് കിൻഡർഗാർട്ടൻ എന്ന് പറഞ്ഞ്, പിന്നെ സ്കൂളെന്ന് പറഞ്ഞത് എൻ്റെ അമ്മ. അപ്പം തന്നെ തറയിരുന്നു പറഞ്ഞ്. എന്നിട്ട് അപ്പോൾ എനിക്ക് അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് അച്ഛൻ തൂക്കിയെടുത്തോണ്ട് പോയി. അമ്മ ഇനി ബാക്കി ഞാൻ അമ്മ വരുമ്പോൾ പറയാമ്മ. ശരി. അപ്പോൾ ഇനി മുതൽ പാറുവിൻ്റെ സ്കൂൾ ദിനങ്ങൾ. യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം. അവള് പെട്ട്. അയ്യോ പാറു, നീ എന്തിങ്ങോട്ട് ഓടി വന്നേ? അച്ഛനും ചേച്ചി എവിടെ? നിനക്ക് അറിഞ്ഞൂടെ? എടി, നിങ്ങൾ ഒരുമിച്ചല്ല അങ്ങോട്ട് പോയത്. നീ എന്തിങ്ങോട്ട് ഒറ്റയ്ക്ക് ഓടി വന്നേ? അപ്പൊ നീ ക്ലാസ്സിൽ കേറിയില്ലേ? ക്ലാസ് ഒന്നും കൊള്ളൂലെന്നാ മക്കളെ, അങ്ങനൊന്നും പറഞ്ഞൂടാ. അച്ഛനും ചേച്ചി എവിടെ പോയി കിടക്കണ്? നീ വാ, നമുക്ക് അകത്തോട്ട് പോവാ. നീ വാടി അങ്ങോട്ട്. വേണ്ട പറഞ്ഞു. നോക്കട്ടെ. ദൈവം ഇവിടെ എത്തിയാ കൊച്ചിനെ അടിക്കല്ലേ? ഞാൻ ഇവിടെ ക്ലാസ്സിനകത്ത് ഉണ്ടാക്കി ടീച്ചർമാരെ പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ പുറത്തിറങ്ങി നല്ലേ? പിന്നെ ടീച്ചർമാർ പിള്ളേർ തമ്മിൽ പരിചയപ്പെടുത്തുന്ന സമയം കൊണ്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഞങ്ങളും അറിഞ്ഞില്ല, അവരും അറിഞ്ഞില്ല. അവര് മൊത്തം അവളെ അന്വേഷിച്ച് നടക്കുന്നു ഇവളെ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ കൊച്ചിനെ? ഞാൻ ലച്ചും കൂടെ ദൂരെ മാറി സംസാരിച്ചിരിക്കാൻ മിന്നെ ആരെ ഓർഡർ ഉണ്ട്.
നോക്കിയപ്പോൾ അവള് ഞാൻ പറയുന്നു ഓടി ഗേറ്റിന്റെ കിടന്ന് നോക്കിയപ്പോൾ അവളെ കാണില്ല. ഞാൻ സത്യം പറഞ്ഞു ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണോ? ബോധം കെട്ടില്ല, ബോധം കെട്ട് പോയനെ. ആ വാ വാ വാ. വരൂല. വരൂലേ? ഏയ്, മക്കളെ സ്കൂളിൽ പോ. അച്ഛാ അടിക്കില്ലേ? ഇല്ല, വാ വാ ഇങ്ങോട്ട്. എടി പോടി. വിടാ, നീ വിടാ. ഏ? വാ ഉള്ളി വാ വാ. വന്നേ വെച്ചതോളാ. ആ വന്നേ പറ്റൂ. എന്നാ കമ്പോളാ. എന്നാ കമ്പോളേ. കളഞ്ഞി വാ അങ്ങോട്ട്. വേറെ രക്ഷയില്ല, ബാ പോവാ. ഞാനും വരട്ടെ. വേണ്ട, അച്ഛൻ മാത്രം വന്നാ മതി. എൻ്റെ പൊന്നു മക്കളാ. ഐസ്ക്രീം അയച്ചു തന്നില്ലെങ്കിൽ അതിലേക്ക് ഞാൻ വരും. എന്നാ ബാഗ്. ആ ഞാൻ എടുത്തോളാം. അങ്ങോട്ട് ടാറ്റ പറ, ടാറ്റ പറ. അച്ഛാ പോയിട്ട് വരാന്ന് പറ. പോയിട്ട് വരാം. ആ അങ്ങോട്ട്. ആ എന്റെ പൊന്നോ, ഒരു കണക്കിന് പറഞ്ഞു വിട്ട്.